Good afternoon. Okay, good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സിന്റെ ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡ് എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് ഓർക്കുന്നുണ്ടോ? കൺസിലിയേഷൻ വരെ അല്ലേ? ഓക്കെ, മീഡിയേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡില് എന്തൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഗ്രീവിയൻസ് റിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ പരിഹരിക്കാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രീതികളാണ്. അതിൽ ഒന്നാമത് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് ഇഷ്യൂസ് ഓഫ് വേരിയസ് എംപ്ലോയീസ് ആർ റിസോൾവ് ടുഗദർ. ഒരുമിച്ച്, അതായത് പല എംപ്ലോയീസിന്റെയും എന്താണ് ഇഷ്യൂസ് നമ്മൾ ഒരുമിച്ച് പരിഹരിക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആ സ്വയം, അതായത് വോളണ്ടറി മെത്തേഡാണ്, സ്വമേധയാ അവർ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് അവർ സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു രീതി. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈവൻ ആഫ്റ്റർ ദ ഫോർമൽ പ്രൊസീജിയർ, ഇപ്പൊ ഒരു ഔപചാരികമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള നടപടിക്രമങ്ങൾ, ഒരു പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് ഒരു ഔപചാരികമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് സ്വീകരിച്ചതിന് ശേഷവും ആ പരാതികൾ അതേപടി തുടരുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുന്നതിനെയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് തന്നെ മുന്നിട്ടിറങ്ങി അത് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അതൊരു ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ അത് ആർബിട്രേഷൻ അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ പ്രസൻസിൽ അതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരെയും ക്ലിയർ ആണോ? ഈ രണ്ടെണ്ണം ക്ലിയർ ആണോ? തേർഡ് വൺ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കൺസീലിയേഷൻ. ഇവിടെ വരെ നോക്കിയാണോ? ഈ രണ്ടെണ്ണം ക്ലിയർ ആണോ? കൺസീലിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ആയില്ലായിരുന്നു തോന്നുന്നു അല്ലേ? ജസ്റ്റ് അതൊന്ന് എന്താണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ കൺസീലിയേഷൻ എന്ന് പറഞ്ഞാല് അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രകാരം പറയുന്നത് പ്രകാരം കൺസീലിയേഷൻ ഇസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ സർവീസസ് ഓഫ് എ ന്യൂട്രൽ തേർഡ് പാർട്ടി ആർ used in a dispute as a means of helping the disputing parties to reduce the extent of their differences and to arrive at an amicable settlement or agreed solution. ഇവിടെ കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസീലിയേഷൻ അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയാം. ആ ഒരു അനുരഞ്ജന രീതി എന്ന് പറയുന്നത് with the services of a neutral third party, അതായത് ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു മൂന്നാം കക്ഷിയുടെ സർവീസ് അല്ലെങ്കിൽ സേവനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങൾ, ആ ഒരു ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങളുള്ള പാർട്ടീസിനെ എന്തിനെ സഹായിക്കുന്നു? ടു റെഡ്യൂസ് ദ എക്സ്റ്റെന്റ് ഓഫ് ദിയർ ഡിഫറൻസസ് ആൻഡ് ടു അറൈവ് അറ്റ് ആൻ അമിക്കബിൾ സെറ്റിൽമെന്റ് ഓർ എഗ്രീഡ് സൊല്യൂഷൻ. ഒരു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒത്തുതീർപ്പിലേക്ക് ഇവരെ നയിക്കാനും അവർ തമ്മിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാനും സഹായിക്കുന്നു. അതാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത്. Then it is a process of rational and orderly discussion of differences between the parties to a dispute under the guidance of a conciliator. ഒരു അനുരഞ്ജകന്റെ മാർഗനിർദ്ദേശ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിന് കീഴിൽ
തർക്കമുള്ള ഇരുകൂട്ടരെയും ഇരുത്തി രണ്ട് പാർട്ടീസിനും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും ഒരു വളരെ ചിട്ടയായിട്ടുള്ള വളരെ യുക്തിപരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചാ പ്രക്രിയയാണ് ശരിക്കും കൺസീലിയേഷനിലൂടെ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ലെവൽ ഓർഗനൈസേഷൻ പറയുന്നത് അനുസരിച്ച്. കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ അത് അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി പ്രാക്ടീസ് ബൈ വിച്ച് ദ സർവീസസ് ഓഫ് എ ന്യൂട്രൽ തേർഡ് പാർട്ടി, ഒരു നിഷ്പക്ഷനായിട്ടുള്ള മൂന്നാം കക്ഷിയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതെന്തിനു സഹായിക്കുന്നുണ്ട്? ആ മൂന്നാം കക്ഷിയുടെ ആ ഒരു ഉപയോഗത്തോടു കൂടി അവരുടെ പ്രസൻസിൽ എന്താണ്, അവരുടെ ഗൈഡൻസിൽ ആ ഒരു അനുരഞ്ജകൻ ആരാണോ അദ്ദേഹത്തിന്റെ ഗൈഡ്ലൈൻസിന്റെ അണ്ടറിൽ ഈ പറയുന്ന ഇരുകൂട്ടരും എന്ത് ചെയ്യുന്നു? അവരുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും അവർ തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കുകയും അതിലൂടെ ഇരുകൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഇരുകൂട്ടർക്കും സമ്മതമാകുന്ന രീതിയിലുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുക എന്നതാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കൺസീലിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? എന്നാ അതിന് നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ അല്ലേ? എന്താണ് റിപ്ലൈ ഇല്ലല്ലോ? Okay. Then, in other words, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? It is an important lines of. ഇതൊരു ഇതായിട്ട് പറയുന്നതാണ് കേട്ടോ, ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം കൺസിലിയേഷൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് പോയിന്റ് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് റാഷണൽ ആൻഡ് ഓർഡർലി ഡിസ്കഷൻ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു എ ഡിസ്പ്യൂട്ട് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ കൺസിലിയേറ്റർ. അപ്പൊ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൺസിലിയേഷൻ ആണ്. അതുപോലെ തന്നെ രണ്ട് പോയിന്റ്സും അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ സർവീസസ് ഓഫ് എ ന്യൂട്രൽ തേർഡ് പാർട്ടി ആർ യൂസ്ഡ് ഇൻ എ ഡിസ്പ്യൂട്ട് ആസ് മീൻസ് ഓഫ് ഹെൽപ്പിംഗ് ദ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് to reduce the extent of their differences and to arrive at an amicable settlement or a solution. അങ്ങനെ രണ്ട് പോയിന്റ്സിനും രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെച്ചോട്ടാ. രണ്ടാമത്തത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻ അതർ വേർഡ്സ് മറ്റ് രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ തേർഡ് പാർട്ടി ആഫ്റ്റർ അനലൈസിംഗ് ദ കോൺഫ്ലിക്ട് possess a solution to the conflict with an intent that both the parties involved in conflict keep their concern to it. അത് നല്ല ചെയ്ത് വെച്ചേ. അപ്പൊ ഇത് നമുക്ക് കൺസിലിയേഷൻ നമ്മൾ എന്താണെന്നൊരു ഡെഫിനിഷൻ പോലെയാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് കൺസിലിയേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ഒരു തേർഡ് പാർട്ടി, ഒരു മൂന്നാം കക്ഷി എന്ത് ചെയ്യുന്നു? അവരുടെ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തർക്കങ്ങളാണുള്ളത് എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നു. processes a solution to the conflict. ആ ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു തർക്കത്തിനെതിരെയുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുന്നു. With an intent that both parties involved in conflict give their consent to. അപ്പൊ സൊല്യൂഷൻ എപ്പോഴും കണ്ടെത്തുമ്പോ എങ്ങനെ എന്തുദ്ദേശത്തോടു കൂടിയായിരിക്കണം? ഇരുകൂട്ടർക്കും സമ്മതമാകുന്ന രീതിയിൽ അല്ലെ, ഇരുകൂട്ടർക്കും സമ്മതമാകും എന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുകയാണ് ഈ പറയുന്ന കൺസിലിയേഷനിലൂടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരുകൂട്ടർക്കും സമ്മതമാകുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുകയും അവർ തമ്മിലുള്ള ആ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു സംഘർഷത്തെ കുറയ്ക്കുകയും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. The main motive behind this method is to resolve the dispute as soon as possible in order to avoid lockouts, strikes, etc. or to reduce its duration if it happens. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു കൺസിലിയേഷന്റെ ഒക്കെ പ്രധാന മോട്ടീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് to resolve the dispute. അവർ തമ്മിലുള്ള തർക്കങ്ങളോ സംഘർഷങ്ങളോ കുറയ്ക്കുക അല്ലെങ്കിൽ പരിഹരിക്കുക. ആസ് സൂൺ ആസ് പോസിബിൾ, എത്ര വേഗത്തിൽ പരിഹരിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ പരിഹരിക്കുക. അപ്പൊ അതിലൂടെ ഇൻ ഓർഡർ ടു അവോയ്ഡ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും? ലോക്കൗട്ട്, സ്ട്രൈക്ക്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ സ്ട്രൈക്ക് ഒക്കെ നടക്കാറില്ലേ? പണിമുടക്ക് അല്ലേ? സ്ട്രൈക്കുകൾ നടക്കാറില്ലേ? പണിമുടക്ക് നടക്കാറില്ലേ?
ഉണ്ടോ? സമരങ്ങളോ ഒക്കെ ആകാം. അതുപോലെ തന്നെ ലോക്കൗട്ട് എന്ന് പറഞ്ഞ എന്താ ലോക്കൗട്ട്? കേട്ടിട്ടുണ്ടോ ടൈം? ലോക്കൗട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കാത്തോണ്ടാണോ റിപ്ലൈ ഇല്ലാത്ത? അതുകൊണ്ടാണോ? വെച്ചില്ലാത്തോണ്ടാണോ? ഓക്കെ, ലോക്കൗട്ട് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. എംപ്ലോയർ വർക്കേഴ്സിനെ അവരുടെ വർക്ക് പ്ലേസിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. അപ്പൊ പല രീതിയിലാകും. ഇപ്പൊ ഫിസിക്കൽ ലോക്കൗട്ട് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു എൻട്രി തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോർ ലോക്ക് ചെയ്തിരുന്നത്. അതായത് അവിടെ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നില്ല, വർക്കേഴ്സിനെ അവരുടെ വർക്ക് പ്ലേസിലേക്ക് പോവാൻ അനുവദിക്കാതിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് പിന്നില് അവരോട് ചിലപ്പോ എന്തെങ്കിലും സർട്ടൻ ടേംസോ കാര്യങ്ങളോ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും, ഫോഴ്സ് ചെയ്യും. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെ ആ ഒരു വർക്ക് പ്ലേസിലേക്ക് വർക്കേഴ്സിനെ കടത്തിവിടാതിരിക്കുന്നതിനെയാണ് നമ്മുടെ ലോക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവർ എന്ത് ചെയ്തിട്ട് നമ്മള് കണ്ടു കാണും, ഇപ്പൊ സിനിമാസിലൊക്കെ കണ്ടിട്ടില്ലേ, അവരെ ഗേറ്റ് അടച്ച് നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ അടച്ച് അവരെ പുറത്ത് നിർത്തും. അവരെ ആ ഒരു വർക്ക് പ്ലേസിലേക്ക് കയറ്റില്ല. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്ന, അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക. അവരോട് അക്സെപ്റ്റ് ചെയ്യുന്നവരെ എൻറ്റർ ചെയ്യാൻ അനുവദിക്കും, അല്ലാത്തവരെ എന്ത് ചെയ്യുന്നു, ഫോഴ്സ്ഫുള്ളി തന്നെ അല്ലെങ്കിൽ അവരെ അതിലേക്ക് എൻറ്റർ ചെയ്ത് തടയുന്നതിനെയാണ് ലോക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ പണിമുടക്കുകളോ സമരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നുണ്ടാവാം. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ പെട്ടെന്ന് അതിനുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പണിമുടക്കോ കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഓൾറെഡി അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഇഫ് ഇറ്റ്സ് ഹാപ്പൻ, ഓൾറെഡി അത് സംഭവിച്ചു, ഇപ്പൊ ഒരു പണിമുടക്കോ സമരമോ ഒക്കെ അവർ തുടങ്ങിപ്പോയി, എന്നാൽ പോലും അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കുറക്കാൻ പറ്റില്ലേ? ആ ഒരു ഒത്തുതീർപ്പിലായ പിന്നെ ആ ഒരു സമരമോ അല്ലെങ്കിൽ ആ ഒരു പണിമുടക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൺസീലിയേഷനുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. കൺസീലിയേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം, അതായത് ഇതൊരു മൂന്നാം കക്ഷി ഈ രണ്ട് പാർട്ടികളുടെയും കൂടി നിന്നുകൊണ്ട് അവരുടെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്താണെന്ന് കൃത്യമായി വിശകലനം ചെയ്യുകയും ഇരുകൂട്ടരുടെയും സമ്മതം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ ഒരു സംഘർഷത്തിന് അല്ലെങ്കിൽ ആ ഒരു തർക്കത്തിനുള്ള സൊല്യൂഷൻസ് രൂപപ്പെടുത്തുകയും ചെയ്യും. ഇനി ഇതിന്റെ മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഒരു മെത്തേഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക, അതോടൊപ്പം തന്നെ അത് എത്രത്തോളം വേഗത്തിൽ ചെയ്യാൻ പറ്റോ അത്രയും വേഗത്തിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ലോക്കൗട്ട്സ്, സ്ട്രൈക്സ് മുതലായവ, അതായത് വർക്കേഴ്സിനെ ആ ഒരു വർക്ക് പ്ലേസിലേക്ക് എംപ്ലോയീസ് എൻറ്റർ ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ പണിമുടക്ക് സമരം പോലെയുള്ള പ്രവർത്തനങ്ങൾ അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും. ഇനി തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് തടയാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി കൺസിലിയേഷൻ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി. നെക്സ്റ്റ് വൺ ആണ് ആർബിട്രേഷൻ. Arbitration പറഞ്ഞാൽ this process of grievance handling take place with the help of an unbiased third party which studies the issue and provides the parties with an impartial solution. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ടേ, ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രോസസ് ആണ്. ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി പരിഹാര പ്രക്രിയയാണ്. ഇവിടെ ഒരു ഹെൽപ്പ് ഓഫ് ആൻ അൺബയാസ്ഡ് തേർഡ് പാർട്ടി, ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാം കക്ഷിയുടെ
സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇവിടെയും ആ ഒരു പരാതി കൈകാര്യം ചെയ്യുന്നത്. വിച്ച് സ്റ്റഡീസ് ദ ഇഷ്യൂസ്. അപ്പൊ അവർ മൂന്നാം കക്ഷി എന്ത് ചെയ്യുന്നു, അവരുടെ ഇഷ്യൂ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠനം നടത്തുന്നു. ആൻഡ് പ്രൊവൈഡ്സ് ദ പാർട്ടീസ് വിത്ത് ആൻ ഇംപാർഷ്യൽ സൊല്യൂഷൻ. അവിടുത്തെ ആ ഒരു തർക്കമുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള പാർട്ടികൾക്ക് ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ, ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം നൽകുകയും ചെയ്യും. So arbitration should not be confused with the formal court system. നമുക്ക് സാധാരണയുള്ള ഒരു ഔപചാരികമായിട്ടുള്ള കോടതി സംവിധാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിനെ പറയുന്നത് ഔട്ട് ഓഫ് കോർട്ട് എന്താണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നാണ്. അതായത് കോർട്ടിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കാറുണ്ടല്ലോ. ആ ഒരു രീതിയാണ് ആർബിട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കിത് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു കോടതിക്ക് സമാനമായ രീതിയിൽ തന്നെ നമുക്ക് തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ് ആർബിട്രേഷൻ. അതാണ് ഔട്ട് ഓഫ് കോർട്ട്. നമ്മുടെ കോടതിക്ക് പുറമെ നമുക്ക് എന്താണ് ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കാവുന്ന രീതി. അപ്പോ ഇവിടെ ഒരു കോടതി വിധിക്ക് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ദിസ് പ്രോസസ് ഓഫ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അൺബയാസ്ഡ് തേർഡ് പാർട്ടി. ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു മൂന്നാം കക്ഷിയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പരാതിക്ക് പരിഹാരം കാണുന്ന രീതിയാണ് ആർബിട്രേഷൻ. ഇപ്പൊ ഇവിടെ ആ ഒരു മൂന്നാം കക്ഷി ഈ പറയുന്ന പാർട്ടീസിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായ പഠനങ്ങൾ നടത്തുകയും ഇരു കൂട്ടരുടെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം അതിന് നിർദ്ദേശിക്കുകയും ചെയ്യും. ാണോ? And hence its decisions are not compulsory all the time. എന്നാൽ ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ സമയത്തും നമുക്ക് ബാധകമാവണം എന്നുമില്ല. മനസ്സിലായോ? ഫുൾ എല്ലാ കാര്യങ്ങളിലും ഈ തീരുമാനങ്ങൾ, ഇപ്പൊ ഒരു ഡിസിഷൻ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ബാധകമായിരിക്കും. ഇപ്പൊ നമുക്കൊരു കോർട്ട് ഓർഡർ വന്നത് എങ്ങനെയാ, അത് എല്ലാ രീതിക്കും ബാധകമാണ് അല്ലെ, എല്ലാവർക്കും. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ബാധകമായ രീതിയിൽ നമ്മൾ അത് ആപ്ലിക്കബിൾ ആണ്, നമുക്കത് എന്താണ് നടപ്പിലാക്കി പറ്റുള്ളുന്നുണ്ട്. അതേസമയം ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനങ്ങളും അവിടെ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, ആ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ എല്ലാ സമയത്തും കമ്പൽസറി അല്ലെങ്കിൽ നിർബന്ധം ആയിരിക്കില്ല. മനസ്സിലായോ? ആർബിട്രേഷൻ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് വൺ ആണ് കേട്ടോ, adjudication. Adjudication. In this method, also the grievances are resolved by the interference of a third party, but here the third party is employed by the government and its decisions are also binding. ഇവിടെ adjudication എന്ന് പറഞ്ഞാല് in this method, ഈ ഒരു മെത്തേഡില് ആരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലോട് കൂടി തന്നെയാണ് അവിടെ പരാതി പരിഹരിക്കുന്നത്. പക്ഷെ ആ തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ ആ ഒരു മൂന്നാം കക്ഷിയെ എംപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എംപ്ലോയ് ചെയ്യുന്നത് നിയമിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. And its decision are also binding. നമ്മുടെ കോർട്ട് ഓർഡർ പോലെ തന്നെ കോർട്ടിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിൽ തന്നെ ഗവൺമെന്റ് ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലെങ്കിൽ തീരുമാനം എടുക്കാനായിട്ട് അവിടെ എംപ്ലോയ് ചെയ്യും. അദ്ദേഹം ആ ഒരു മൂന്നാം കക്ഷിയാണ് ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അനാലിസിസ് നടത്തി സ്റ്റഡി നടത്തി അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. And its decisions are also binding. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങൾ ഇരു കൂട്ടർക്കും
equally ബാധകമായിട്ടുള്ളവയുമായിരിക്കും. And sometimes the consent of parties involved is asked before referring the grievance to adjudication, and sometimes the government can refer it in its own. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ അതായത് ഈ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി അവരെ പരിഹരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, അത് റെഫർ ചെയ്യുന്ന സമയത്ത് ഇരു പാർട്ടീസിനെയും വിളിച്ച് ചില സമയത്ത് അവരുടെ സമ്മതങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഗവൺമെന്റ് അവർ സ്വയമേ റെഫർ ചെയ്യുകയും സ്വയമേ ഒരു തീരുമാനത്തിൽ എത്തുകയുമാണ് ചെയ്യുക. ആ ഒരു തീരുമാനം എന്ത് ഡിസിഷൻ ആണ് അവർ എടുക്കുന്നത് അത് എല്ലായ്പ്പോഴും ബാധകമായിരിക്കും. എല്ലാവർക്കും എപ്പോഴും അത് ബാധകമായിരിക്കും. അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് അത് എല്ലാവർക്കും ബാധകമായിരിക്കും. ഒരിക്കലും ചില കാര്യങ്ങളിലൊന്നും നിർബന്ധമില്ലാത്തതില്ല, എല്ലാത്തിലും ബാധകം. നമുക്ക് ഓർക്കേണ്ടത് വന്ന എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ബാധകമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് അഡ്ജുഡിക്കേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനെ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാം കക്ഷി എടുക്കുന്ന ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡില് അവിടെ ഇന്റർഫിറൻസ് ഓഫ് എ തേർഡ് പാർട്ടി, ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ നടത്തുന്നുണ്ട്, വരുന്നുണ്ട്. അത് ആരാണ് ആ ഒരു മൂന്നാം കക്ഷിയെ എംപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത്? ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. അതാണ് ഒറ്റ വ്യത്യാസം. ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. അദ്ദേഹം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തുകയും അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ആ ഡിസിഷൻ എല്ലായ്പ്പോഴും എല്ലാവർക്കും നിർബന്ധമായിട്ടും ബാധകമായിട്ടുള്ളവയും ആയിരിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ട് ഇത് റെഫർ ചെയ്യുന്ന സമയത്ത് ഇരു കൂട്ടരുടെയും സമ്മതമൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ടാവാം. ചില സമയങ്ങളിൽ ഗവൺമെന്റ് നേരിട്ട് അവരുടെ റെഫറൻസ് കാര്യങ്ങൾ ആ ഒരു സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എടുത്ത് സ്വയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാറുമാണ് പതിവ്. ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കാം. 5 ഉണ്ട്. ആ 5 ഒന്ന് വേഗം വായിക്കാം കേട്ടോ. ഗ്രീവിയൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ്. 5 എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യാം. കൺസിലിയേഷനോ? കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം. മലയാളത്തിൽ അനുരഞ്ജനം എന്താ പറയുന്നത്? അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി, മൂന്നാം കക്ഷി, അവരുടെ ആ ഒരു മൂന്നാം കക്ഷി അത് നിഷ്പക്ഷനായിട്ടുള്ളത്, രണ്ട് കൂട്ടരുടെയും ഭാഗങ്ങൾ കേൾക്കാത്ത അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഫേവറബിൾ അല്ലാതെ ഒരു നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ഇഷ്യൂ എന്താണോ രണ്ട് കൂട്ടർ തമ്മിലുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അവരുടെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കം എന്താണോ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യും. അതായത് ഇവിടെ ആ ഒരു ഡിസ്പ്യൂട്ട്, അവരുടെ ആ ഒരു തർക്കം എന്താണോ അത് പരിഹരിക്കാൻ നോക്കുകയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തും. ആരുടെ മേൽനോട്ടത്തില്? ഈ പറയുന്ന കൺസീലിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു മൂന്നാം കക്ഷിയാണോ അനുരഞ്ജകനായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസൻസില് അദ്ദേഹം കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു ചർച്ചാ പ്രക്രിയ, ഒരു ഡിസ്കഷൻ പ്രോസസ് നടത്തും. ആ ഡിസ്കഷനില് അവർ ഇരുകൂട്ടരും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അവസാനം അത് എന്തിലേക്ക് എത്തിക്കുന്നേ? ഇരുകൂട്ടർക്കും സമ്മതപ്രകാരമുള്ള ഒരു പരിഹാരമാവാം, അതല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്നതിനെയാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അനക്കല്ലേ ചോദിച്ചേ? ക്ലിയർ ആണോ അനക?
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ആ ഒരു 5 എണ്ണം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. എസെൻഷ്യൽസ് ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ അല്ലെങ്കിൽ പരാതി പരിഹാര നടപടിക്രമവുമായി ബന്ധപ്പെട്ട എസെൻഷ്യൽസ് അല്ലെങ്കിൽ ആവശ്യകതകൾ എന്തൊക്കെയാണ്? അതും ഇതുപോലെ ഒരു പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് അക്സെപ്റ്റബിലിറ്റി, അതായത് സ്വീകാര്യത. Grievance procedure should be developed after discussion with management, workers and the union, so that they are acceptable by everyone. അപ്പോൾ ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആഫ്റ്റർ ഡിസ്കഷൻ. ആരൊക്കെയായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ്? മാനേജ്മെന്റ്, അവിടുത്തെ വർക്കേഴ്സ്, അവിടുത്തെ യൂണിയൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾക്ക് ശേഷം they are acceptable by everyone, എല്ലാവർക്കും സ്വീകാര്യമാക്കി എടുക്കുന്ന രീതിയിലായിരിക്കണം ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടത്. following guidelines must be considered for making it acceptable. അപ്പൊ അത് എല്ലാവർക്കും സ്വീകാര്യമാകണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് ഫോളോ ചെയ്താൽ മതിയാവും. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് principles of fairness and justice towards workers must be followed. എപ്പോഴും വർക്കേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ തൊഴിലാളികളോട് എങ്ങനെയായിരിക്കണം? തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് തൊഴിലാളികളോടുള്ള അവരുടെ ഫെയർനെസ് എന്ന് വെച്ചാൽ എന്താ? ന്യായം, അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ജസ്റ്റിസ് കിട്ടുക, നീതി മുതലായിട്ടുള്ള തത്വങ്ങളൊക്കെ പാലിച്ചിരിക്കണം. തൊഴിലാളികളോടുള്ള ന്യായം, നീതി മുതലായിട്ടുള്ള തത്വങ്ങളൊക്കെ പാലിച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ. മാനേജേഴ്സിന് ഒരു ന്യായമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ. ഒരു ട്രേഡ് യൂണിയൻസിന് ഗണ്യമായ ഒരു പങ്കാളിത്തവും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളിലൂടെ, ഈ 3 ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ഗ്രീവിയൻസ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വീകാര്യമായ രീതിയിലുള്ള ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ താഴെ പറയുന്ന 3 പോയിന്റ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് അക്സെപ്റ്റബിലിറ്റി, അതായത് സ്വീകാര്യത. ഗ്രീവിയൻസ് പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? എപ്പോഴും അവിടുത്തെ മാനേജ്മെന്റ്, വർക്കേഴ്സ്, യൂണിയൻ മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ഗ്രീവിയൻസ് പ്രൊസീജിയർ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആകുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് തൊഴിലാളികളോടുള്ള അവരുടെ നീതി, ന്യായം മുതലായ തത്വങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. രണ്ടാമത്തെ കാര്യം, മാനേജേഴ്സിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ന്യായമായ അധികാരം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ട്രേഡ് യൂണിയനിലൂടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഗണ്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം കൂടി ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അക്സെപ്റ്റബിലിറ്റി, വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ?
Second one ആണ് promptness. Prompt handling of grievance should be the objective of grievance procedure. അപ്പൊ പ്രോംപ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനടി കൈകാര്യം ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടനടി കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കേണ്ടത്. ഒരു പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യനിഷ്ഠത അല്ലെങ്കിൽ ഉടനെ കൈകാര്യം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഗ്രീവിയൻസ് പ്രൊസീജിയറിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ ഒരു പരാതി വന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടനടി അത് കൈകാര്യം ചെയ്യുക എന്നതായിരിക്കണം പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ദിസ് ക്യാൻ ബി ഡൺ ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പൊ ഒരു പരാതി കിട്ടിയാൽ അതുകൊണ്ട് ഉടനടി പരിഹരിക്കണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പരിഹരിക്കാൻ പറ്റും. അതിലൊന്നാമത്തെ കാര്യം, ഗ്രീവിയൻസസ് ഷുഡ് ബി അഡ്രസ്ഡ് അറ്റ് ദ ഇനിഷ്യൽ ലെവൽ. എപ്പോഴും ഓരോ പരാതികളും അതിന്റെ പ്രാരംഭ തലത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കുക. ആ പ്രാരംഭ തലത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് ഉടനെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുക. രണ്ടാമത്തത്, മൾട്ടിപ്പിൾ അപ്പീൽ ഷുഡ് ബി അവോയ്ഡഡ്. ഒന്നിലധികം അപ്പീലുകൾ ഒഴിവാക്കുക. ഒറ്റ പ്രാവശ്യം അപ്പീലിന് പോകാൻ പറ്റുള്ളൂ, ഒന്നിലധികം അപ്പീലുകൾ ഒഴിവാക്കുക. അപ്പൊ പിന്നെ നീണ്ടു പോവാ അല്ലെ, ആ സൊല്യൂഷൻ കിട്ടുന്നില്ലല്ലോ നമുക്ക്. മൂന്നാമത്തത്, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് അറ്റ് ഈച്ച് ലെവൽ. ഈ ഗ്രീവിയൻസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഓരോ ലെവലിലും കൃത്യമായിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് അത് നടപ്പിലാക്കുക. അപ്പൊ ഇത്ര സമയം, ഇപ്പൊ ഒരു പരാതി വന്നാൽ ആദ്യത്തെ ലെവല്, നമ്മുടെ ആദ്യത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് നമുക്ക് ആവശ്യമാണെങ്കിൽ പരാതികൾ പരിഹരിക്കാം, അല്ല എങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് ആ പരാതി ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കണം എന്നൊരു സ്ട്രിക്ട്നെസ് കൊടുക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരുപാട് ദിവസം അവിടെ ലാഗാവാതെ പെട്ടെന്ന് പരാതികൾ പരിഹരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും. നാലാമത്തത്, ഗ്രീവിയൻസസ് ഷുഡ് ബി ഫോർവേഡ് ടു ദ കൺസേൺ അതോറിറ്റി. ബന്ധപ്പെട്ട പരാതികൾ അവരുടെ ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങള് പ്രോബ്ലംസിൽ ഉടനടി ഒരു പരാതി കിട്ടിയാൽ ഉടനടി അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മാനേഴ്സ് ആണ്, രീതികളാണ്. അതിൽ ഒന്നാമത്തത്, ഗ്രീവിയൻസസ് ഷുഡ് ബി അഡ്രസ്ഡ് ഇൻ ദ ഇനിഷ്യൽ ലെവൽ. എപ്പോഴും പരാതികള് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. എന്താ, ഒന്നിലധികം അപ്പീലുകൾ ഒഴിവാക്കുക. മൂന്നാമത്തത്, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് അറ്റ് ഈച്ച് ലെവൽ. ഓരോ ലെവലും, അതായത് ഗ്രീവിയൻസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഓരോ ലെവലിലും അവിടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് കൊടുക്കുക. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയാം, ഇത്ര ദിവസത്തിനുള്ളിൽ അത് അവിടുന്ന് കൈകാര്യം ചെയ്യുക, അതല്ല എങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് കൈമാറുക എന്ന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത്, ഗ്രീവിയൻസസ് ഷുഡ് ബി ഫോർവേഡ് ടു ദ കൺസേൺഡ് അതോറിറ്റി. അതുപോലെ തന്നെ ഒരു പരാതി വന്നാൽ അത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഉടനടി കൈമാറുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചോക്കെ പ്രോബ്ലംസ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആണ് ലീഗൽ സാനിറ്റി. ലീഗൽ സാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു പവിത്രത. The grievance procedure
must comply with the existing legislation. അതായത് നമ്മുടെ പരാതി പരിഹാര നടപടിക്രമം എന്ന് പറയുന്നത് നിലവിലുള്ള നിയമങ്ങൾക്ക് നിയമാനുസൃതമായിരിക്കണം. നിലവിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള നിയമനിർമ്മാണത്തിന് അനുസൃതമായിട്ടായിരിക്കണം ഈ ഗ്രീവിയൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ, നിലവിലുള്ള നിയമനിർമ്മാണങ്ങൾ പാലിക്കുന്ന രീതിയിലായിരിക്കണം ഈ ഗ്രീവിയൻസ് പ്രൊസീജിയർ കൊണ്ടുവരേണ്ടത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫോംഡ് ആസ് ആൻ അഡീഷൻ ടു ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. അതുപോലെ തന്നെ നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ പുറമെയാണ് നമ്മുടെ ഈ ഒരു എന്താണ് ഗ്രീവിയൻസ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ രൂപീകരിക്കേണ്ടത്. ആൻഡ് ദ ഗ്രീവിയൻസ് മെഷീനറി ആസ് ഗിവൺ അണ്ടർ ലോസ് ഷുഡ് ബി ഫോളോഡ് wherever possible. അതുപോലെ തന്നെ സാധ്യമാണെങ്കിൽ നമുക്ക് അണ്ടർ ലോ, നമ്മൾ ഓരോന്ന് നിയമത്തിന് കീഴിൽ ഇപ്പോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് കീഴിലൊക്കെ ഈ ഒരു ഗ്രീവിയൻസ് മെഷീനറി എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ലേ? പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് കീഴിൽ എങ്ങനെയായിരിക്കണം നിയമം ഈ ഒരു ഗ്രീവിയൻസ് മെഷീനറി വരേണ്ടതൊക്കെ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു നിയമത്തിന് കീഴിൽ വരുന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമാണെങ്കിൽ അത് പാലിക്കാനും ശ്രമിക്കണം. ആ കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെന്റ് ഓർ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ മേ കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊസീജിയേഴ്സ്. ഈ ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രീവിയൻസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറുകളിലോ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലോ നിലവിലുള്ള ഓർഡേഴ്സ് മറ്റു ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഓർഡേഴ്സിലോ ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊസീജിയേഴ്സ്. അപ്പൊ അവിടുത്തെ ആ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള ആ ഒരു എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെന്റിലോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. അപ്പൊ ലീഗൽ സാൻസിറ്റി എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കണം ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയർ നൽകേണ്ടത് അല്ലെങ്കിൽ രൂപപ്പെടുത്തേണ്ടത്. അത് കൃത്യമായിട്ട് അവരെ ആ ഒരു നിയമനിർമ്മാണം ഏത് നിയമത്തിലാണോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സാധ്യമാണെങ്കിൽ അതെല്ലാം പാലിക്കുന്ന രീതിയിലായിരിക്കണം അത് നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കളക്റ്റീവ് ബാർഗൈനിങ്ങുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറുകളിലോ അതുപോലെ അവിടുത്തെ നിലവിലുള്ള സ്റ്റാൻഡിംഗ് ഓർഡേഴ്സുകളിലോ ഒക്കെ അത് പരാമർശിച്ചിട്ടും ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു ലീഗൽ സാൻസിറ്റി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഫോർത്ത് വൺ ആണ് സിംപ്ലിസിറ്റി, ലാളിത്യം. The grievance procedure must have fewer steps. ഇവിടെ ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയറിന് ഒരുപാട് സ്റ്റെപ്സ് ഒന്നും പാടില്ല, വളരെ കുറച്ച് ഘട്ടങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. Employees must be informed about the concerned officers and the entire procedure of grievance handling. അവിടുത്തെ എംപ്ലോയീസിനോട് എന്ത് ഇൻഫോം ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ടത് ഗ്രീവിയൻസ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ആരാണ്, അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഗ്രീവിയൻസ് കൈകാര്യം ചെയ്ത പരാതി കൈകാര്യം ചെയ്യുന്ന നടപടിക്രമം മൊത്തത്തില് മുഴുവനായിട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ
കൃത്യമായിട്ട് എംപ്ലോയീസിന് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകളൊക്കെ കൊടുത്തിരിക്കണം. ഇപ്പൊ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ ഗ്രീവിയൻസ് പ്രൊസീജിയർ മസ്റ്റ് ഹാവ് ഫ്യൂവർ സ്റ്റെപ്സ്. എപ്പോഴും ഈ പറയുന്ന ഗ്രീവിയൻസ് പ്രൊസീജിയറിന് വളരെ കുറച്ച് ഘട്ടങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൺസേണിംഗ് ഓഫീസേഴ്സ് ആരാണ്, അതുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ആ ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഇതിനെ കുറിച്ച് അവർക്ക് എംപ്ലോയീസിന് കൃത്യമായ ഇൻഫർമേഷൻസ് നൽകിയിരിക്കണം. നോക്കിയേ സിംപ്ലിസിറ്റി വായിച്ചു നോക്കാം. ലീഗൽ സാൻസിറ്റിയിലോ അതിന് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടെ. അത് ഗ്രീവിയൻസ് പ്രൊസീജിയർ മസ്റ്റ് കംപ്ലൈ വിത്ത് ദ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ. നിലവിലുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം പാലിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതൊരെണ്ണം നോട്ട് ചെയ്താൽ മതിയേ. ഇതിന്റെയൊക്കെ ആ ഒരു ഹെഡിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണോണ്ടോ. എസെൻഷ്യൽസിൽ അക്സെപ്റ്റബിലിറ്റി എന്താണ്, അതിന്റെയൊക്കെ ആ 3 പോയിന്റ്സ് പറഞ്ഞില്ലേ. അക്സെപ്റ്റബിലിറ്റിയുടെ പ്രോഗ്നസിന്റെയും ആ ഒരു 3-4 പോയിന്റ്സ് പറഞ്ഞില്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 1 അക്സെപ്റ്റബിലിറ്റി, സെക്കൻഡ് 1 പ്രോഗ്നസ്, തേർഡ് 1 ലീഗൽ സാൻസിറ്റി, ഫോർത്ത് 1 സിംപ്ലിസിറ്റി ആൻഡ് ഫിഫ്ത്ത് 1 ട്രെയിനിങ്, സിക്സ്ത് 1 ഫോളോ അപ്പ്. ഈ 6 പോയിന്റ്സ് നിങ്ങൾ മറക്കാതെ അത് ആ ഒരു 6 പോയിന്റ്സിന്റെയും ഹെഡിങ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. അടുത്തതാണ് 5th 1 ആണ് ട്രെയിനിങ്. To ensure effective working of the grievance procedure, the supervisors and trade union representatives must be provided training for handling grievances. So, training എന്ന് പറഞ്ഞാൽ പരിശീലനം നൽകാന്നുള്ളതാണ് അല്ലെ. To ensure effective working of grievance procedure, അവിടെ നടപ്പിലാക്കിയിട്ടുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള് വളരെ കാര്യക്ഷമമായി വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടുത്തെ സൂപ്പർവൈസേഴ്സിനും ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ പ്രതിനിധികൾക്കും പ്രൊവൈഡഡ് ട്രെയിനിങ് ഫോർ ഹാൻഡ്ലിംഗ് ഗ്രീവിയൻസ്, എങ്ങനെ ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ കൈകാര്യം ചെയ്യാം എന്നതിനുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുന്നു. അങ്ങനെ സൂപ്പർവൈസേഴ്സിനും ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾക്കും ഒക്കെ ആ ഒരു പരാതി കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥാപനത്തില് കൃത്യമായിട്ടുള്ള ഗ്രീവിയൻസ് പ്രൊസീജിയേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഫോളോ അപ്പ്, തുടർ നടപടികൾ. The procedure of grievance must be regularly viewed. ഗ്രീവിയൻസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമം പതിവായിട്ട് അവലോകനം ചെയ്യുക. Important modification must be done from time to time in order to make it more effective. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അത് സമയാസമയങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനനുസരിച്ച് ആ ഒരു പ്രൊസീജിയർ മോർ എഫക്റ്റീവ്, കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിലാകുമെങ്കിൽ സമയാസമയങ്ങളിൽ നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതിൽ വരുത്താവുന്നതാണ്. അപ്പൊ 2 എണ്ണമാണ് പറഞ്ഞത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ നമ്മുടെ ആ ഒരു ഗ്രീവിയൻസ് പ്രൊസീജിയർ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൂപ്പർവൈസേഴ്സിനും ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിനും എന്ത് കൊടുക്കുന്നു? ഈ ഗ്രീവിയൻസ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്നു. രണ്ടാമത്തത് ഫോളോ അപ്പിൽ പറയുന്നത് ഈ ഗ്രീവിയൻസ് പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കി അത് പതിവായിട്ട് തന്നെ നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യണം. അങ്ങനെ അവലോകനം ചെയ്ത് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അത് നടപ്പിലാക്കും. അത് സമയാസമയങ്ങളിൽ ആ മാറ്റങ്ങൾ വരുത്തുകയും അതിനനുസരിച്ച് ഈ പ്രൊസീജിയർ മോർ എഫക്റ്റീവ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമാക്കിയുള്ളതായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഗുണവാശിക ട്രെയിനിങ്ങും ഫോളോ അപ്പും.
വോയിസ് കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? ഓക്കെ, ആ 6 ഹെഡിങ്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ഭാഗം അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ. നമുക്ക് ഈ 2 കൂടി പഠിക്കാനുള്ളൂ, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ്. അതിനുശേഷം നമ്മൾ എംപ്ലോയിയുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗ്രീവിയൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്, എംപ്ലോയി ഗ്രീവിയൻസ് ആണ്. ഇനി എംപ്ലോയി ഡിസിപ്ലിൻ ആണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ പരാതി പരിഹാര നടപടിക്രമവുമായി ബന്ധപ്പെട്ട അതിന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങളും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകളും എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് കുറച്ച് പോയിന്റ് വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻറ്റേജസില് ഫസ്റ്റ് പോയിന്റ്, ഒരു നല്ലൊരു പരാതി പരിഹാര നടപടിക്രമം ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അഡ്വാൻറ്റേജ് ഫസ്റ്റ് വൺ എന്താ? ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവിയൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദാറ്റ് റെമഡീസ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ. അപ്പൊ ഇവിടെ ഇറ്റ് ബ്രിങ് ഔട്ട് ഗ്രീവിയൻസ് ഇഷ്യൂസ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. So first point, it brings out grievance issues in front of the management so that remedial action can be taken. ഈ ഒരു grievance redressal procedure ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് നമുക്ക് ഈ പരാതി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിനാവശ്യമായ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട റെമഡിയൽ ആക്ഷൻസ്, അതിനെതിരെയുള്ള റെമഡീസ് അല്ലെങ്കിൽ പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ എളുപ്പത്തിൽ എടുക്കാനും സാധിക്കുന്നു. അതാണ് ഒന്നാമത്. ഇറ്റ് ബ്രിങ് ഔട്ട് ഗ്രീവിയൻസ് ഇഷ്യൂസ്. അപ്പൊ എംപ്ലോയീസിനിടയിൽ എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അവിടുത്തെ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനും അതിനനുസരിച്ച് ആ ഒരു പരാതിക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങള് പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, timely intervention by the management prevents minor grievances from assuming big proportions and becoming a dispute. ഇവിടെ രണ്ടാമത്തെ വളരെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ, മാനേജ്മെന്റിന്റെ വളരെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ ചെറിയ പരാതികൾ, ഇപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള പരാതി ഉണ്ടാവുള്ളൂ, അത് വളർന്ന് വലിയ തോതിൽ അത് വളർന്ന് അതൊരു തർക്കമായി മാറുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അവരുടെ പരാതികൾ പെട്ടെന്ന് കണ്ടെത്താനും വളരെ സമയോചിതമായിട്ട് മാനേജ്മെന്റിന് അവിടെ ഇടപെടലുകൾ നടത്താനും അതിനനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ അത് തീർപ്പാക്കാം. അതല്ലെങ്കിൽ എന്ത് പറ്റും? ചെറിയ പ്രശ്നങ്ങൾ അത് വളർന്ന് വലിയ രീതിയിലുള്ള തർക്കങ്ങളായിട്ട് മാറുന്നതിനേക്ക് നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത്, നമുക്ക് എന്താണോ എംപ്ലോയീസിനിടയിലുള്ള പരാതികൾ, പ്രശ്നങ്ങൾ, അത് ഉടനെ തന്നെ നമുക്ക് മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കാനും അതിനനുസരിച്ച് അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നു. രണ്ടാമത്തത്, മാനേജ്മെന്റിന്റെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൾ മൂലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വൻതോതിൽ വളർന്ന് ഒരു തർക്കമാവുന്നതിനേക്ക് നമുക്ക് തടയാൻ സാധിക്കുന്നു. ആ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then third point, it provides a formalized outlet for the employees' psychological ways to reduce their dissatisfaction. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അസംതൃപ്തരായിട്ടിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും പല രീതിയിലുള്ള കാരണങ്ങൾ മൂലമായിരിക്കും അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ആവുന്നത് അല്ലെങ്കിൽ അസംതൃപ്തരാവുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു ഫോർമലൈസ്ഡ് ആവുക, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു മാർഗമാണ്. അതായത് എംപ്ലോയീസിന് അവരുടെ മാനസികമായിട്ടുള്ള പല ഇമോഷൻസിനെയും റിലീസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു ഗ്രീവിയൻസിന്റെ രൂപേണ, ഒരു പരാതി രൂപേണ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ റിലീസ് ചെയ്യാനും അവരുടെ ആ ഒരു അസംതൃപ്തി ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കുന്ന ഒരു ഫോർമലൈസ്, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു മാർഗമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ആ ഗ്രീവിയൻസ് സിസ്റ്റം മേലോട്ട് ചിലർക്ക് അങ്ങനെയല്ലേ, നമുക്ക് മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരാളുടെ തുറന്നു പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും, ഇല്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരുടെ ആ ഒരു അസംതൃപ്തി നമുക്ക് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റണം, റിലീസ് ചെയ്യാൻ പറ്റണം. അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അവരുടെ ആ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക്
കുറയ്ക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ എന്തെങ്കിലും തുറന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യുന്ന കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ഒരു ബാക്കപ്പ് കിട്ടുന്നത് പോലെ നമുക്ക് തോന്നും അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഗ്രീവൻസ് സിസ്റ്റം may not be used by the worker for his own emotional release in a particular system. ഒരു പ്രത്യേക സംവിധാനത്തില് വർക്കേഴ്സിന് അവരുടെ സ്വന്തമായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ഇമോഷൻസിനെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രീവിയൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് തുറന്നു പറയാം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താം, അല്ലാതെ ഇരിക്കാം. അത് ആ ഒരു വർക്കേഴ്സിന്റെ താല്പര്യം അനുസരിച്ച്. However, it built within him a sense of emotional security and the system is there for his support. അപ്പൊ നമുക്ക് അറിയാം, ഈ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഗ്രീവിയൻസ് റിഡ്രസലുമായി ബന്ധപ്പെട്ട പരാതി പരിഹാര സംവിധാനവുമായി ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട്, പിന്തുണ ആ ഒരു സിസ്റ്റം തരും എന്ന ഒരു ഉറപ്പിന്റെ പുറത്ത് നമുക്കൊരു സെൻസ് ഓഫ് ഇമോഷണൽ സെക്യൂരിറ്റി, ഒരു വൈകാരികമായിട്ടൊരു സുരക്ഷിത ബോധം ആ ഓരോ എംപ്ലോയീസിനും ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വളർത്തിയെടുക്കാനായിട്ട് ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് സാധിക്കുന്നുണ്ട്. അപ്പൊ തേർഡ് പോയിന്റ് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ റിലീസ്, അവരുടെ മാനസികമായിട്ടുള്ള ഇമോഷൻസ്, അവരുടെ ഡിസാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള പല കാരണങ്ങളാവാം. അപ്പൊ അവരുടെ മാനസികമായിട്ടുള്ള അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും, അവരുടെ ആ ഒരു അസംതൃപ്തിക്ക് പിന്നിലുള്ള ഓരോ പ്രശ്നങ്ങളും നമുക്ക് പരാതികൾ മുഖേന ഫോർമലായിട്ട് ഈ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് അവിടെ ഒരു റിലീസ് ചെയ്യുന്ന പോലെയാണ്. അവരുടെ ആ ഒരു ഇമോഷൻസിനെ അവർക്ക് റിലീസ് ചെയ്യുന്ന രീതിയിൽ അവർക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ ഉപയോഗപ്പെടുത്താത്ത അളവുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലൂടെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം. അതായത് അവരുടെ എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പിന്തുണ ഈ ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആ ഒരു സംവിധാനം നൽകും എന്ന ഒരു വിശ്വാസമുള്ളത് കൊണ്ട് ആ ഓരോ എംപ്ലോയീസിലും ഒരു സെൻസ് ഓഫ് ഇമോഷണൽ സെക്യൂരിറ്റി, ഒരു വൈകാരികമായിട്ടുള്ള ഒരു മാനസികമായിട്ടും വൈകാരികമായിട്ടും അവർക്കൊരു എന്താണ് സെക്യൂരിറ്റി, സുരക്ഷാ ബോധം ഇതിലൂടെ ഉടലെടുക്കുകയും അവർക്ക് അതുപോലെ അതിനനുസരിച്ച് നല്ല രീതിയിൽ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. തേർഡ് വൺ ആണോ? തേർഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. Fourth one, it facilitates the establishment and maintenance of a conducive working environment. അതായത് നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാലിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരു അനുകൂലം, അവർക്ക് അതായത് എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്തരീക്ഷം നമുക്ക് സ്ഥാപിക്കാനും അതവിടെ പാലിക്കുന്നതിനും സഹായിക്കുന്നു. It facilitates the establishment and maintenance of a conducive working environment എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവിടെ സ്ഥാപിക്കാനും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പാലിച്ചു കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നു. ഓക്കെ ആണോ? ഫോർത്ത് പോയിന്റ് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണ്? ഓക്കെ. Fifth one, it helps the management to identify the attitudes and feelings of employees regarding the organizational policies, rules and practices so that essential upgrades in policies and rules can be done. അപ്പൊ നമുക്ക് ഇതിലൂടെ, അതായത് ഒരു മാനേജ്മെന്റിന് എന്തിനു സഹായിക്കുന്നുണ്ട് ഈ ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സ്? മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ പറ്റും. അതായത് എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആ ഓർഗനൈസേഷണൽ പോളിസികൾ, അവര് നടപ്പിലാക്കുന്ന റൂൾസ്, അവര് നടപ്പിലാക്കുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ രീതികള് മുതലായവയുമായി ബന്ധപ്പെട്ട ആ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എങ്ങനെയാണ്, അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടുത്തെ ഓർഗനൈസേഷണൽ പോളിസികള്, റൂൾസ് ഒക്കെ മോശമാണ്, അത് നല്ല രീതിയിലല്ല നടപ്പിലാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കംപ്ലൈൻസ്, ഈ പരാതികളുടെ എണ്ണം
കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയീസിന് അവർ ഓൾറെഡി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഓർഗനൈസേഷണൽ പോളിസി, റൂൾസ്, അതുപോലെ പ്രാക്ടീസസ് ഒക്കെ എങ്ങനെയാണ്, അതിനോടുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അതുപോലെ അവരുടെ ഫീലിങ്സ് ഡിസാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ ആ മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ദ എസെൻഷ്യൽ അപ്ഗ്രേഡ്സ്. അപ്പൊ പ്രശ്നങ്ങളുള്ള കൂടുതൽ പരാതികളുള്ള മേഖലകളില് കൃത്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻസ് അല്ലെങ്കിൽ നവീകരണങ്ങള് അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ അവിടുത്തെ പോളിസികളില് റൂൾസിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്? 5th പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ആണ്, it closely monitors arbitrary management action. As the manager knows that his actions can be scrutinized and challenged, he will be more cautious while coming to a decision. നമുക്കറിയാം ഈ ഒരു ലാസ്റ്റ് പറഞ്ഞത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടപടികളാണ് ഇത് സൂചിപ്പിക്കുക. രണ്ട് കൂട്ടർക്കും ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എങ്ങനെയാ, ഒരിക്കലും ഒക്കെ നിഷ്പക്ഷമായിട്ടുള്ളതായിരിക്കണം അല്ലെ, ഏകപക്ഷീയമായിട്ടുള്ളതായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടപടികളെ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും, എംപ്ലോയീസും തമ്മിലും മാനേജേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങളാവാം. അപ്പൊ ഇവിടെ ഒരിക്കലും ഒരു ഏകപക്ഷി അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ടിയെ മാത്രം അനുകൂലിച്ചുകൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. മറിച്ച് ഇരുകൂട്ടർക്കും, അതായത് ഇവിടെ മാനേജർ എടുക്കുന്ന ഓരോ തീരുമാനം ഈ ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരാതിക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് സൂക്ഷ്മമായി പരിശോധിക്കാനും അവരെ വെല്ലുവിളിക്കാനും ഇവിടെ അധികാരമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അപ്പീൽ പോവാം അല്ലെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ അവരെടുക്കുന്ന ഏതൊരു തീരുമാനവും ഒരിക്കലും ഏകപക്ഷീയമാവരുത്, മറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും. ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ്. ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറയാം, എംപ്ലോയി ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.